ഇന്ന് കാണിക്കാൻ പോകുന്നത് പാലട പായസത്തിനോട് കഴിച്ചേക്കുന്ന ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളി റെസിപ്പിയാണ്. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ കർണാടകയിൽ ഒബ്ബട്ടു എന്ന് പറയും. അത് പക്ഷേ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ്. അതിൽ നമ്മൾ ജാഗ്രി ചേർക്കാറുണ്ട്, തേങ്ങയൊക്കെ ചേർക്കാറുണ്ട്. അത് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയുടെ ഡോ പോലല്ല, കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അഥവാ ഇത് ലൈറ്റായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ ഒന്നും വേണ്ട, അങ്ങനെ തന്നെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ കുറച്ച് ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് മുകളിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് അങ്ങനെ തന്നെ അടച്ചു വെക്കുക. 2 മണിക്കൂറെങ്കിലും മിനിമം അങ്ങനെ തന്നെ അടച്ചു വെക്കുക. കുറച്ച് അധികം എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല, നമുക്ക് അത് തന്നെ വീണ്ടും ബോളി ഉണ്ടാക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം. സോ അതുകൊണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതങ്ങ് അവിടെ വെക്കുക. ഇനി ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. 1/2 കപ്പ് കടലപ്പരിപ്പ് ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഏകദേശം ഒരു 5-6 വിസിലെങ്കിലും ഒന്ന് അടിച്ചെടുത്തോടെ. അപ്പോഴേക്കും കടലപ്പരിപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ ഉരുകി കടലപ്പരിപ്പും പഞ്ചസാരയൊക്കെ അത്യാവശ്യം കട്ടിയായിട്ട് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്തതിന് ശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞു കിട്ടിക്കോളും. ഒരുപാട് തരി ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, വീണ്ടും ഒന്ന് ജാറിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോളി ഉണ്ടല്ലോ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് ബോൾ ഷേപ്പിലാക്കിയിട്ട് മാറ്റി വെക്കുക. പിന്നെ മാവ് എടുക്കുന്നതിനെക്കാട്ടിലും ഡബിൾ സൈസിലായിരിക്കണം നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നല്ല തിന്നായിട്ടുള്ള ഒരു ബോളിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവിൻ്റെ അതേ അളവിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചും കൂടി വലുതായിട്ട് ബോൾ എടുക്കുക കേട്ടോ. പിന്നെ മാവ് ഒന്ന് പരത്തിയിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നടുക്കി ബോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് മാവെല്ലാം കൂടി നമ്മൾ ഈ മോമോസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ചുരുട്ടിയെടുക്കണം. പിന്നീട് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അതായത് ആർക്കും പരത്താൻ അറിയാത്തവർക്ക് പോലും ഇതുപോലെ പരത്തി കഴിഞ്ഞാൽ ശരിക്ക് കിട്ടും. ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഴയില ഉണ്ടെങ്കിൽ അതായാലും മതി. ഒന്നും കൂടി എളുപ്പം ബട്ടർ പേപ്പറാണ്. ഒരു ബട്ടർ പേപ്പർ അടിയിലും ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ മുകളിലുമായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ചപ്പാത്തിയുടെ കോലുണ്ടല്ലോ അത് വെച്ചൊന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിന്നായിട്ടുള്ള ബോളി തന്നെ കിട്ടും കേട്ടോ. ഇനി ഇത് ചൂടായ ചപ്പാത്തി പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. നമ്മൾ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നോ അതുപോലെ തന്നെയാണ്. പക്ഷേ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് തന്നെ വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നെയ്യൊക്കെ തേച്ചെടുത്ത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളി റെഡിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.